നമ്മൾ നേരത്തെ നൽകിയ ആ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ TJS ജോർജ് അന്തരിച്ചു. അദ്ദേഹത്തിന് 97 വയസ്സായിരുന്നു. മണിപ്പാലിലെ ആശുപത്രിയിൽ ഇന്ന് വൈകിട്ടോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെട്ട പത്രാധിപരാണ് TJS ജോർജ്. 1965 തന്റെ 37-ാം വയസ്സിൽ ബീഹാർ മുഖ്യമന്ത്രി KB സഹായിയെ ധിക്കരിച്ച് പട്ന ബന്ദ് സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്തതിനാണ് TJS ജോർജിനെ ജയിലിലടച്ചത്. പ്രതിരോധ മന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോനാണ് അന്ന് അദ്ദേഹത്തിനു വേണ്ടി കോടതിയിൽ ഹാജരായത്. പത്തനംതിട്ടയിലെ തുമ്പമൺ സ്വദേശിയായ ജോർജ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഓണേഴ്സ് ബിരുദം കരസ്ഥമാക്കിയ ശേഷം 1950 ബോംബെയിലെ ഫ്രീ പ്രസ് ജേണലിലാണ് പത്രപ്രവർത്തന ജീവിതം ആരംഭിച്ചത്. ഇന്ത്യയിലും വിദേശത്തുമായി അരനൂറ്റാണ്ടിലേറെ മാധ്യമപ്രവർത്തനം നടത്തിയ TJS ജോർജ് ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദി സെർച്ച് ലൈറ്റ്, ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ തുടങ്ങിയവയിൽ ജോലി ചെയ്തു. ഹോങ്കോങ്ങിൽ നിന്നുള്ള ഏഷ്യ വീക്കിന്റെ സ്ഥാപക പത്രാധിപർ കൂടിയാണ് TJS ജോർജ്. പത്രപ്രവർത്തക ജീവിതത്തെ അടിസ്ഥാനമാക്കി എഴുതിയ ഘോഷയാത്ര എന്ന പുസ്തകം ശ്രദ്ധിക്കപ്പെട്ടു. VK കൃഷ്ണമേനോൻ, നർഗീസ്, MS സുബലക്ഷ്മി, സിംഗപ്പൂർ മുൻ പ്രസിഡന്റ് ലീ ക്വാൻ യു തുടങ്ങിയവരെ കുറിച്ചുള്ള ജോർജിന്റെ ജീവചരിത്ര കുറിപ്പുകൾ ശ്രദ്ധേയമാണ്. കാൽനൂറ്റാണ്ടോളം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയിരുന്ന പോയിന്റ് ഓഫ് വ്യൂ എന്ന കോളം TJS ജോർജിനെ വായനക്കാരുടെ പ്രിയങ്കരനാക്കി. നൗ ഇസ് ദ ടൈം ടു സേ ഗുഡ് ബൈ എന്ന തലക്കെട്ടിലാണ് കോളത്തിന്റെ അവസാന ലക്കം എഴുതി പൂർത്തിയാക്കിയത്. മകൻ ജീത് തയ്യിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.